എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പ് ഏകദേശം അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ മത്സരത്തിൽ ഫ്രാൻസും രണ്ടാമത്തെ മത്സരത്തിൽ സ്പെയിനും ജയിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ സെമി ഫൈനൽ ലൈനപ്പ് ആയിട്ടുണ്ട്. ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനലാണ് ആദ്യം നടക്കുന്നത്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് നോർവേയും, രണ്ടാമത്തെ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡിനെ നേരിടും. അപ്പൊ ഈ മത്സരങ്ങളിലെ വിജയികളായിരിക്കും രണ്ടാമത്തെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. സ്വാഭാവികമായിട്ടും സെമി ഫൈനലുകളിൽ തോൽക്കുന്ന രണ്ട് ടീമുകൾ ലൂസേഴ്സ് ഫൈനലിൽ ഏറ്റുമുട്ടും. ജയിച്ച ആളുകൾ നേരെ ഫൈനലിലോട്ട് പോകും. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിന്റെ ഒരു ഭയങ്കരമായ ഒരു ആക്രമണം, അല്ലെങ്കിൽ ഏത് ടീമിനെയും തോൽപ്പിക്കാനുള്ള ആ ഒരു ഇച്ഛാശക്തിയും ആ ഒരു ആക്രമണവുമാണ് ഇതുവരെയുള്ള ഓരോ മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. ഒലീസ ഉണ്ട്, അതുപോലെ ഡെമ്പലെ ഉണ്ട്, എംബാപ്പെ ഉണ്ട്. എംബാപ്പെ ആണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗോളും അസിസ്റ്റൊക്കെ ആയിട്ട് എംബാപ്പെ ടോപ്പ് സ്കോറർ പട്ടികയിലെ മുന്നിൽ തന്നെയുണ്ട്. തൊട്ടു പിന്നാലെ മെസ്സിയും ഉണ്ട്. മെസ്സിക്ക് ഇന്നത്തെ ഒരു കളി അനിവാര്യമാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഹാലൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ഹാരി കെയ്നും ഒട്ടും പുറകിലല്ല. പിന്നെ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ചാല് അർജന്റീനയുടെ ആ തിരിച്ചുവരവ്. അർജന്റീന 2 ഗോള് വഴങ്ങിയിട്ട് 3 ഗോൾ അടിക്കണം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഒക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ ഒരു എന്താ പറയുക ഇച്ഛാശക്തി തന്നെയാണ്. പിന്നെ നമ്മൾ തീർച്ചയായും ഇംഗ്ലണ്ടിന്റെ നല്ലൊരു മത്സരങ്ങൾ നമ്മൾ കണ്ടു. അതേപോലെ സ്പെയിന് ആദ്യമായിട്ടാണ് ഈ ലോകകപ്പിൽ സ്പെയിൻ ഒരു ഗോള് വഴങ്ങുന്നത്. അതൊക്കെ വലിയൊരു നേട്ടം തന്നെയാണ്. ഏറ്റവും സങ്കടം തോന്നിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബ്രസീല്, നമ്മൾ ഏവരും പ്രതീക്ഷിച്ചിരുന്ന ബ്രസീല് പ്രീ ക്വാർട്ടറിൽ നോർവേയോട് തോറ്റ് മടങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അതുപോലെ തന്നെ പോർച്ചുഗൽ ആണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന് ലോകകപ്പ് നേടുക എന്നുള്ള ഒരു സ്വപ്നം വീണ്ടും ബാക്കിയാക്കിക്കൊണ്ട് പ്രീ ക്വാർട്ടറിൽ അവർക്കും ജയിക്കാൻ കഴിയാതെ പുറത്തു പോകേണ്ട ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതേപോലെ ക്രൊയേഷ്യയുടെ ലെജൻഡ് ആയിട്ടുള്ള ലൂക്ക മോഡ്രിച്ചും ലോകകപ്പ് എന്നൊരു സ്വപ്നം വിദൂരമാണ്, ജയിക്കാൻ അദ്ദേഹത്തിനും പറ്റിയില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് നല്ല മത്സരങ്ങൾ ഈ ലോകകപ്പിൽ കണ്ടു. വളരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ല ലോകകപ്പായിരുന്നു. ഒരു 48 ടീമായിട്ടുള്ള ഒരു ലോകകപ്പ് ആദ്യമായിട്ടാണ് ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ നടക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് അമേരിക്കയും മെക്സിക്കോയും കാനഡയും ഫിഫയൊക്കെ ഭംഗിയായിട്ട് തന്നെ അത് നടത്തി എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ ലോകകപ്പിലൊക്കെ കണ്ടത്. പിന്നെ 39-കാരനായ മെസ്സിയുടെ തേരോട്ടം, അതുപോലെ എംബാപ്പെ എന്ന അതുല്യ കളിക്കാരൻ തന്നെ അദ്ദേഹത്തെ പറയണം. കാരണം ഓരോ വേൾഡ് കപ്പിലും 2018-ലായിക്കോട്ടെ, 2022-ലായിക്കോട്ടെ, 2026-ലായിക്കോട്ടെ മിന്നുന്ന പ്രകടനമാണ് എംബാപ്പെ ഫ്രാൻസിന് വേണ്ടി ചെയ്ത് കൂട്ടുന്നത്. അതുപോലെ തന്നെ ഹാലൻഡ് എന്ന തലയൊടുപ്പുള്ളൊരു കൊമ്പന്റെ പോരാട്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ലോകകപ്പിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെ മനോഹരമായ നിമിഷം ഏതാണെന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ നിലവിലുള്ള 6 ടീമുകളിൽ ഏത് ടീമായിരിക്കും ലോകകപ്പ് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്നും കൂടെ കമന്റ് ചെയ്യാം. അപ്പൊ ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ.